അനിഴം നക്ഷത്രക്കാർക്ക് മനസ്സിൽ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ഒരു ദുഃഖമുണ്ടായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യവും ഭാഗ്യദോഷങ്ങളും ഇടപെട്ട് വന്നുകൊണ്ടിരിക്കും. ഇവർക്ക് പൊതുവെ മനസമാധാനം കുറവായിരിക്കും. 9ാം ഭാവാധിപനും മനകാരകനുമായ ചന്ദ്രന് ജന്മക്കൂറിൽ നീചം ഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എങ്കിലും ഇവർ വളരെ പവർഫുള്ളായിട്ടുള്ള വ്യക്തികളാണ്. മനസ്സിൽ ഒരു ലക്ഷ്യം കണ്ടു കഴിഞ്ഞാൽ അത് നേടിയെടുക്കുവാൻ എത്ര തന്നെ അധ്വാനിക്കുവാനും ഇവർ തയ്യാറാകുന്നു. എങ്കിലും ഇവരിൽ കുറച്ച് പേർക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ സാധിക്കാറില്ല. ഇവർ സ്നേഹബന്ധങ്ങൾക്ക് വലിയ വില കൊടുക്കുന്നവരാണ്. മറ്റുള്ളവരോട് വളരെ നല്ല രീതിയിൽ ഇടപെടുന്നവരുമാണ്. എങ്കിലും ഒരാളെ മനസ്സുകൊണ്ട് വെറുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളെ പാടെ ഉപേക്ഷിച്ച് കളയും. വളരെയധികം ബുദ്ധിശക്തിയുള്ളവരാണ്. എങ്കിലും പലപ്പോഴും ഇവരുടെ ബുദ്ധി ഇവർക്ക് ഉപകാരപ്പെടാതെ പോകുന്നു. മനസ്സ് ഒരു കാര്യത്തിൽ തന്നെ കേന്ദ്രീകരിക്കുവാൻ ഇവർക്ക് കഴിയാറില്ല. അനിഴം നക്ഷത്രക്കാർ ബിസിനസ്സിൽ കയറി വരാൻ പാടാണ്. കാരണം തുടക്കത്തിൽ ഇവർ ആരംഭിക്കുന്ന പല ബിസിനസ്സുകളും പരാജയപ്പെടുകയാണ് പതിവ്. ആരോഗ്യ മേഖലകളിലും സേവന മേഖലകളിലും ഇവർ വിജയിക്കുന്നതായി കാണാം. ഇവർക്ക് ജീവിത പുരോഗതി കൈവരുന്നത് ഒരു മധ്യവയസ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഈ നക്ഷത്രക്കാർക്ക് ജാതകത്തിൽ ശുക്രൻ നല്ല നിലയിൽ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടാകാം. വഴിവിട്ട ബന്ധങ്ങളുണ്ടായി എന്നും വരാം. അതുമൂലം അപവാദങ്ങൾ കേൾക്കുവാനും ഇടവരും. പുരുഷന്മാർ പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് എന്നിവയിൽ നിന്നെല്ലാം ഒരു അകലം പാലിക്കണം. കാരണം ഇവർക്ക് ഒരു ശീലം തുടങ്ങിക്കഴിഞ്ഞാൽ അത് നിർത്താൻ വളരെ പാടാണ്. ഇവർ നേതൃപാഠവുമുള്ളവരാണ്. ഏതെങ്കിലും ഒരു മേഖലയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ പടിപടിയായി ഉയർന്ന് നേതൃനിരയിൽ എത്തിച്ചേരും. എങ്കിലും ഇതിനുവേണ്ടി ഇവർക്ക് നല്ല ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും. ഭാഗ്യം ഇവരെ തേടി വരാറില്ല. ഇവർ ഭാഗ്യത്തെ തേടി പോകേണ്ടിയിരിക്കുന്നു. പലപ്പോഴും ഇവരുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു ഉയർച്ച ലഭിക്കാത്തവരാണ്. അതിലിവർക്ക് നിരാശയും ഉണ്ടായിരിക്കും. എങ്കിലും മക്കൾ വളരെ സ്നേഹമുള്ളവരായിരിക്കും. 5ാം ഭാവാധിപനായ വ്യാഴം ജാതകത്തിൽ നല്ല നിലയിൽ നിന്നാൽ ഇവരുടെ മക്കൾ നല്ല നിലയിലെത്തുകയും മാതാപിതാക്കളെ സ്നേഹത്തോടെ സംരക്ഷിക്കുന്നവരുമായിരിക്കും.